പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിന്റെ ആത്മാവ് എന്ന് ബൈബിളിൽ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഈ അടിമത്തത്തിന്റെ ആത്മാവ്? അതൊരു ആത്മാവ് തന്നെയാണോ? എന്താണ് അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്? റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് അടിമത്തത്തിൻ്റെതല്ല, പുത്രസ്വീകാരണത്തിന്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അടിമത്തത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിൽക്കുന്ന ദുരാത്മാവിനെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നല്ലാതെ, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മനുഷ്യൻ സത്യത്തിൽ പാപത്തിന്റെ അടിമയാണ്. മാത്രമല്ല നിരവധി ഭയങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. കൂടാതെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് പലതരത്തിലുള്ള അസ്വസ്ഥതകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് പുത്രസ്വീകാരത്തിന്റെ അല്ലെങ്കിൽ പുത്രന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ പെന്തക്കോസ്ത് തിരുനാൾ ദിനം ഈ അടുക്കുന്ന ഈ സമയത്ത് എന്താണ് പുത്രസ്വീകരണത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ പുത്രന്റെ ആത്മാവ്? ആ പരിശുദ്ധാത്മാവ്, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. പരിശുദ്ധാത്മാവിനെ, പുത്രനായ യേശുവിന്റെ ആത്മാവിനെ നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മളെ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവിക സ്വാതന്ത്ര്യത്തിൽ വഴി നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ: ഒന്ന് അടിമത്തത്തിന്റെ ആത്മാവ്, രണ്ട് പുത്രസ്വീകാരത്തിന്റെ ആത്മാവ്. അപ്പൊ അടിമത്തത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അതൊരു ദുരാത്മാവ് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകൾ, പഴയ നിയമത്തിൽ എപ്പോഴും ദൈവത്തെ ഒരു ന്യായാധിപനായിട്ടാണ് കണ്ടിരുന്നത്. ദൈവം നീതിമാനായ ന്യായാധിപൻ. അതുകൊണ്ട് മനുഷ്യർക്ക് എപ്പോഴും തങ്ങൾ ഒരു അടിമ മനോഭാവമായിരുന്നു. ദൈവം ന്യായാധിപനും ഞങ്ങൾ അടിമയും. അങ്ങനെയുള്ള ചിന്തയുള്ള സ്ഥലത്ത് ഒരു സ്വാതന്ത്ര്യം, ഒരു ദൈവിക സ്വാതന്ത്ര്യം അനുഭവപ്പെടുകയില്ല. മാത്രമല്ല നമുക്ക് എപ്പോഴും ഭയമായിരിക്കും. ദൈവം നമ്മളെ ശിക്ഷിക്കുമോ? ദൈവം നരകത്തിലേക്ക് വിടുമോ? ദൈവന്റെ ജീവിതത്തെ ദൈവത്തിനെതിരായി ഞാൻ നിലകൊണ്ടത് കൊണ്ട് ജീവിച്ചുകൊണ്ട് എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമാകുമോ? ഇങ്ങനെ ധാരാളം ഭയാശങ്കകളിൽ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അതല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. പിന്നെയോ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാം. അബ്ബ പിതാവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അപ്പ അപ്പ എന്ന് തൻ്റെ പിതാവിനെ വിളിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല എന്ന് പറഞ്ഞാൽ നീ ഇനി ഭയത്തിൽ ജീവിക്കേണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ധാരാളം കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും പല കുറവുകളിൽ നിന്ന് മോചനം നേടാൻ പറ്റാതെ വിഷമിച്ചു കഴിയുന്നു. എന്നാൽ മനസ്സിലാക്കുക, നിനക്കൊരു വത്സല പിതാവുണ്ട്, സ്വർഗീയ പിതാവുണ്ട്. ആ പിതാവിന് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കഴിയും. റോമാലേഖനത്തിൽ അതാണ് എഴുതി വച്ചിരിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ൽ നാം വായിക്കുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. പുത്രൻ ആരാണ്? പുത്രൻ ക്രിസ്തു. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. അപ്പൊ യഥാർത്ഥ സ്വാതന്ത്ര്യം തരാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, എന്നെയും നിങ്ങളെയും മക്കളാക്കി അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെടുത്തുന്ന ഒരു സ്നേഹം, മകനാക്കി മകളാക്കി. ദൈവം എൻ്റെ പിതാവാണ്, സ്നേഹമുള്ള പിതാവാണ്, എൻ്റെ കുറവുകളെല്ലാം തിരുത്തി തരുന്ന പിതാവാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വത്സലപുത്രനെ ക്രൂശിൽ യാഗമാകാൻ അയച്ചൊരു പിതാവ് എനിക്കുണ്ട്. ഞാൻ ഭയപ്പെടേണ്ടതില്ല. എനിക്ക് എൻ്റെ ദൈവത്തിന്റെ തിരുമുമ്പിൽ കയറി ചെല്ലാം, എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാം, എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കാം, എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. എൻ്റെ കുറവുകളെ എണ്ണി എണ്ണി ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമല്ല എനിക്കുള്ളത്, പിന്നെയോ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. മാത്രമല്ല പിതാവ് തൻ്റെ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നത്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നാം ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരും. ഇനി വേറെ ഒരു കൂട്ടം ആളുകളാകട്ടെ, പാപത്തിന്റെ അടിമത്വമൊന്നും അവർക്കില്ല, പക്ഷെ അവർ നിയമത്തിന്റെ അടിമകളാണ്. കർക്കശമായിട്ടുള്ള നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളുണ്ട്.
അവർക്കും ഒരു സ്വാതന്ത്ര്യമില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. എല്ലാ ദിവസവും പല പ്രാർത്ഥനകളും ചൊല്ലി 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 അങ്ങനെയുള്ള ഒരു ഭക്തിയുണ്ട്. അവർക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലാൻ പറ്റാതിരുന്നാൽ അവർക്ക് അസ്വസ്ഥതയാണ്. അവർക്ക് ആകെ അസ്വസ്ഥരാകും. ഓ, ഇന്നത്തെ ദിവസം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കും. എന്നാൽ അവര് ദൈവത്തെ അല്ല മനസ്സിലാക്കിയത്, അവർ നിയമത്തെയാണ് മനസ്സിലാക്കിയത്. നിയമത്തിലൂടെ ദൈവത്തെ കാണുകയാണ് ചെയ്യുന്നത്. ഇന്ന് ദൈവമാണ് ഈ നിയമമെല്ലാം നൽകിയത്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ഒരു അടിമത്വവും നമുക്ക് പാടില്ല. ദൈവം എൻ്റെ വാത്സല്യമുള്ള പിതാവ്. ആ പിതാവിന്റെ വത്സല പുത്രനും പുത്രിയുമാണ് നമ്മൾ. അപ്പൊ അവന്റെ മുമ്പിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. നാം വീഴുകയാണെങ്കിലും നാം എഴുന്നേൽക്കുകയാണെങ്കിലും അവിടുത്തെ മുമ്പിലല്ലേ. അതുകൊണ്ട് പുത്രന്റെ ആത്മാവിനെ അഥവാ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നോ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി എപ്പോഴും ആഗ്രഹിക്കും. പാപത്തെ നമ്മൾ ചെറുക്കും, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നോക്കും, കർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. കർത്താവിന് വേണ്ടി നഷ്ടപ്പെട്ട ആത്മാക്കളെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഏർപ്പെടും. നമ്മുടെ മനസ്സ് പിതാവിന്റെ പക്കലേക്ക് ഉയരും. നമുക്ക് നിത്യതയിലേക്ക് എപ്പോഴും കണ്ണു നട്ട് നാം ഇരിക്കും. നിത്യത ലക്ഷ്യമാക്കി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നിത്യത മാത്രം ലക്ഷ്യമാക്കി നമ്മൾ മുന്നേറും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയക്കുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബന്ധം ദൈവവുമായിട്ട്, പരിശുദ്ധ ത്രിത്വമായിട്ട്, പരിശുദ്ധാത്മാവായിട്ടൊരു ബന്ധം, ഒരു 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 പുതിയ ബന്ധത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ധ്യാന വിഷയം അതായിരിക്കട്ടെ. റോമാലേഖനം 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, ഉത്തരസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു അടിമ മനസ്സിലേക്ക് പോകണ്ട, വീണ്ടും പഴയ നിയമത്തിന്റെ ആചാരങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക് പോകണ്ട. യേശുവുമായിട്ടുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ഒരു പുതിയ ബന്ധം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള പുതിയ ബന്ധം കേട്ടോ. അങ്ങനെ ആ ബന്ധത്തിലേക്ക് നമ്മൾ വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.